ഓണത്തിന്റെ വരവറിയിച്ച് വിപണി സജീവമാകുമ്പോൾ തറയിൽ പിറക്കുന്ന വസ്ത്രങ്ങൾക്കും ആവശ്യക്കാർ ഏറുകയാണ്. നൂലിഴകൾ കോർത്തിണക്കി മുണ്ടും നേരിയതും സാരിയും ഒക്കെ ഒരുക്കുകയാണ് എറണാകുളം പറവൂരിലെ നെയ്ത്തുകാർ. കാലം മാറിയിട്ടും കൈത്തറിയുടെ തനിമ കൈവിടാതെ പാരമ്പര്യ തൊഴിലിനെ ചേർത്ത് പിടിച്ചാണ് ഇവരുടെ ഓണക്കാല ഒരുക്കങ്ങൾ. പറവൂരിലെ ഈ നെയ്ത്തുശാലയിൽ ഓരോ തറയും സജീവമാണ്. ഓണക്കോടിയാകാനുള്ള കാത്തിരിപ്പിലാണ് ഇവിടെ നെയ്തെടുക്കുന്ന വസ്ത്രങ്ങൾ അത്രയും. യന്ത്രത്തറകളുടെ കാലത്തും കൈത്തറിയുടെ തനിമ നിലനിർത്താൻ നൂലിഴകൾക്കൊപ്പം അധ്വാനവും ചേർക്കുകയാണിവർ. തലമുറകളായി കൈമാറിയെത്തിയ തൊഴിൽ ജീവിതത്തിന്റെ ഭാഗമാക്കിയവർ. ഓണക്കാലത്ത് ആവശ്യക്കാരെത്തുന്ന തുണിത്തരങ്ങളാണ് ഇവിടെ ഒരുങ്ങുന്നത്. ഓരോ തുണിയും പൂർത്തിയാക്കുന്നതിന് പിന്നിൽ മണിക്കൂറുകളുടെ അധ്വാനമുണ്ട്. ഒരു ദിവസം കൊണ്ട് നെയ്യാം. പിന്നെ സാരി ഒരു ദിവസം കൊണ്ട് എന്തെങ്കിലും ഡിസൈനൊക്കെ ഉണ്ടെങ്കിൽ ഒരു ദിവസം കൊണ്ട് ചെയ്യാൻ പറ്റില്ല. 2 ദിവസം ഒക്കെ വരാറുണ്ട്. പിന്നെ സാരിക്ക് വേണം. പിന്നെ സെറ്റ് മുണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു മുണ്ടൊക്കെ ഒരേ മുണ്ട് അതൊക്കെ അങ്ങനെ നെയ്യാൻ പറ്റും. ഓണത്തിനാണ് ഏറ്റവും കൂടുതൽ വിൽപ്പനയുള്ളത്. വിൽപ്പന ഏറ്റവും കൂടുതലുള്ളത് ഓണത്തിനാണ്. പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ വിഷുവിനൊക്കെ വളരെ കുറവാണ്. വിഷു മറ്റേ ക്രിസ്മസ് ഒക്കെ ആയിട്ട് വളരെ കുറവായിരിക്കും. ഈ ഓണത്തിനാണ് ഇത്തിരി കാര്യമായ ഒരു വിൽപ്പന പ്രതീക്ഷിക്കുന്നതും ഉള്ളതും. ഒരു ദിവസം നമുക്ക് 2 മുണ്ട് കഷ്ടി നെയ്യാൻ പറ്റുള്ളൂ. അത് നെയ്താൽ തന്നെ നമുക്ക് ഒരു ദിവസം ഒരു 300 രൂപ താഴെ കിട്ടുള്ളൂ. 300 രൂപ അത് താഴെ. അത് തന്നെ നമുക്ക് ജീവിക്കാൻ പറ്റൂലല്ലോ. 300 രൂപ കിട്ടി നമുക്ക് എന്തിനുണ്ട്. കൈത്തറിയുടെ പ്രത്യേകത അതിൻ്റെ തനിമയിലാണ്. യന്ത്രങ്ങളുടെ വേഗത്തിൽ വൻതോതിൽ വസ്ത്രങ്ങൾ വിപണിയിലെത്തുമ്പോഴും കൈകൊണ്ട് നെയ്തെടുക്കുന്ന വസ്ത്രങ്ങൾക്ക് സ്വന്തമായൊരിടമുണ്ട്. ഓണവിപണി സജീവമായതോടെ കൈത്തറി ഉൽപ്പന്നങ്ങൾക്കും ആവശ്യക്കാരെത്തുന്നുണ്ട്. എന്നാൽ ഉൽപാദന ചെലവും വിപണിയിലെ മാറ്റങ്ങളും തൊഴിലാളികളുടെ വരുമാനത്തെയും ബാധിക്കുന്നുണ്ട്. ഈ ബോണസിൻ്റെ കാര്യത്തിൽ ഇപ്പോൾ ഞങ്ങൾക്ക് ശരിക്കും പറയുകയാണെങ്കിൽ ഒരു ബുദ്ധിമുട്ടുണ്ട്. കാരണം അവർക്ക് കൊടുക്കാനായിട്ട് ഈ സെയിലിനെ സംബന്ധിച്ച് വന്നാൽ മാത്രമേ ഞങ്ങൾക്ക് അവർക്ക് ബോണസ് കൃത്യമായിട്ട് കൊടുക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഗവൺമെൻറ്റിൽ നിന്ന് ഞങ്ങൾക്ക് റിബേറ്റ് കുടിശ്ശിക കിട്ടാനുണ്ട്. അതുപോലെ തന്നെ ഹാൻഡ് എക്സിൽ നിന്ന് പൈസ കിട്ടാനുണ്ട്. അതെല്ലാം ഒന്ന് കിട്ടിയായിരുന്നെങ്കിൽ ഞങ്ങൾക്ക് കുറച്ച് ഒരു ഇതില്ലാണ്ട് പോയാനേ. മുൻപ് ഉപയോഗിച്ചിരുന്ന ആൾക്കാർ അതന്വേഷിച്ച് തന്നെ ഇവിടെ ഈ സമയത്ത് വരും. അവർ ഡിസൈൻ തന്നിട്ട് നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒരുപാട് പേര് അങ്ങനെ പറഞ്ഞ് നമുക്ക് ചെയ്ത് മെറ്റീരിയലായിട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഡിസൈൻ തരും, നമ്മളതനുസരിച്ച് ചെയ്ത് കൊടുക്കും. ഓണക്കാലത്തേക്ക് കൂടുതൽ ഉൽപ്പന്നങ്ങൾ തയ്യാറാക്കുമ്പോഴും പാരമ്പര്യ തൊഴിലിൻ്റെ പ്രതിസന്ധികൾ ഇവർക്കൊപ്പമുണ്ട്. തൊഴിൽ തുടരാനും പുതിയ തലമുറയെ ഈ മേഖലയിലേക്ക് എത്തിക്കാനും കൂടുതൽ പിന്തുണ വേണമെന്നാണ് ആവശ്യം. വിപണിയുടെ രീതികൾ മാറിയാലും തറിയുടെ താളം നിലയ്ക്കരുതെന്നാണ് നെയ്ത്തുകാരുടെ ആഗ്രഹം. ഓണക്കോടിയായി ഒരുങ്ങുന്ന ഓരോ കൈത്തറി വസ്ത്രവും അവരുടെ അധ്വാനത്തിൻ്റെ അടയാളം കൂടിയാണ്. ആഘോഷവേളകളിൽ വസ്ത്രങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ കൈത്തറിയെ കൂടി പരിഗണിക്കുക എന്നതാണ് ഈ തൊഴിലിന് നൽകാൻ കഴിയുന്ന ഏറ്റവും വലിയ പിന്തുണ. കേവലം ഒരു സാരിയിലും മുണ്ടിലും മാത്രം ഒതുങ്ങുന്നതല്ല കൈത്തറിയുടെ കഥ. നൂലിഴകൾക്കൊപ്പം തലമുറകളുടെ പാരമ്പര്യവും അധ്വാനവും ചേർന്ന് നിൽക്കുന്ന ഒരു ജീവിത രീതി കൂടിയാണിത്. ദൃശ്യങ്ങൾ പകർത്തിയ അക്ഷയ് വി എസിനൊപ്പം അബ്ദുൾ റഹീം, ന്യൂസ് മലയാളം, കൊച്ചി.